സീൻ ആയിട്ടുള്ള കുറച്ച് വില്ലന്മാരാണ്. കപ്പിൾ ഓഫ് ഇയേഴ്സ് ആയിട്ട് അദ്ദേഹം പല പല സ്ക്രിപ്റ്റുകൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നതാൻ ഗൈസോഡ് വാസ് വൺ ഓഫ് ദ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറല്ലേ. അങ്ങനെ സെലക്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന കുറച്ച് പടങ്ങളിൽ ഓഫീസർ എന്തായാലും തറലി എൻജോയ്ഡ് ഹിസ് ഗ്രാഫ്. എമർജൻസി എന്ന് പറയുന്നൊരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു ഹിന്ദിയിൽ, ഡിഡ് ദ ക്യാരക്ടർ ഓഫ് സഞ്ജയ് ഗാന്ധി. അതിലും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഇത് രണ്ടും അല്ലാതെ വേറെ തരത്തിലുള്ള ഒരു മാനേഴ്സും സംഭവങ്ങളൊക്കെയാണ്. സോ ഫുട്ടേജ് സംഭവങ്ങളിലൊക്കെ ചെയ്തു. ബട്ട് ഹീസ് ഐ മീൻ ഹലോ ഓഫീസർ. കരങ്ങിയപ്പോ ഇവിടെ തിരിഞ്ഞിട്ട് എന്തുവാ നീയാണ് കൊല്ലാൻ പോകുന്നത്. രണ്ടു വട്ടം കണ്ടു. കൈ ഫസ്റ്റ് ടൈം കാണുമ്പോ ഞങ്ങൾ തന്നെ ഇത് കൈയടി. ഹലോ ഹായ് എവരിവൺ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശില്പ. അപ്പൊ ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന മൂവിയിലെ സീൻ ആയിട്ടുള്ള കുറച്ച് വില്ലന്മാരാണ്. അവരെ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഹായ്. ഓക്കേ, അപ്പൊ സീൻ വില്ലന്മാരാണ്. സിനിമ കണ്ടപ്പോ ഞങ്ങൾക്ക് അങ്ങനെ തന്നെ തോന്നി. സീനെന്നൊന്നും പറഞ്ഞ പോലെ കട്ട സീന്. സിനിമ കണ്ടപ്പോ എനിക്ക് നിങ്ങളോട് ഭയങ്കര ദേഷ്യമായിരുന്നു. ഇവരെന്തീ കാണിക്കുന്നേ? അത്രയും സീനായിരുന്നു. എങ്ങനെ സാധിച്ചു? ഇത് ഫസ്റ്റ് മൂവിയാന്നല്ലേ പറഞ്ഞ രണ്ടുപേരുടെയും, ലയയുടെ ഐശ്വര്യയുടെ. പക്ഷെ അത് വിശ്വസിക്കാൻ എനിക്ക് ഭയങ്കര പ്രയാസമുണ്ട്. കാരണം ഫസ്റ്റ് മൂവി ഇത്രയും അമേസിംഗ് ആയിട്ടാ ചെയ്തു വെച്ചേക്കുന്നത്. എന്താണ് പുറത്തുനിന്ന് കിട്ടുന്ന അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ? വളരെ നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും. ഇതുവരെ ഞങ്ങൾ മൂവി ഇറങ്ങിയിട്ട് ഇപ്പോൾ 4 ദിവസമായി. ആൻഡ് എല്ലായിടത്തുനിന്നും നല്ല റെസ്പോൺസാണ് കിട്ടുന്നത്. പൊതുവെ ആരും അധികം മോശമായിട്ടൊന്നും ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ല. ഞങ്ങളുടെ സ്ക്വാഡൊക്കെ അടിപൊളിയാണ്. ഒന്നും പറയാനില്ല, തകർപ്പൻ. ഇത്ര ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നെന്ന് ഞങ്ങൾ വിചാരിച്ചു. ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ആക്ച്വലി ഡൗട്ട് ഉണ്ടായിരുന്നു. ബിക്കോസ് ഇത്രയും വില്ലന്മാരും ഇങ്ങനത്തെ പണിയാ കാണിക്കുന്നത്. ഞങ്ങൾക്കൊരു ചെറുതായിട്ട് പേടിയുണ്ടായിരുന്നു ഓഡിയൻസ് എങ്ങനെ എടുക്കുമെന്നൊക്കെ. ബട്ട് ഐ തിങ്ക് അവർ ഓഡിയൻസ് ഹാസ് ബീൻ സോ കൈൻഡ് ടു അസ്, സോ നൈസ്. ആൻഡ് ഐ തിങ്ക് ഇതിക്കുള്ളൊരു വെൽക്കം ഞങ്ങൾക്ക് ഇനി കിട്ടാനില്ല. ആദ്യത്തെ പാടും തന്നെ ഇത്രയും ഒരു ഓഡിയൻസ് റെസ്പോൺസ് വിചാരിച്ചില്ല. ബട്ട് വെരി ഗ്രേറ്റ്ഫുൾ. അതെ, എപ്പോഴാണ് സിനിമ സൂപ്പർ ഹിറ്റ് ആയി എന്നുള്ള ഒരു സംഭവം മനസ്സിലാകുന്നത്? അത് ആക്ച്വലി പറഞ്ഞാൽ ഇപ്പോഴും വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. ഇപ്പോഴും കുറച്ച് ഇതുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാ ദിവസം കഴിയുന്തോറും റെസ്പോൺസ് ആണെങ്കിലും ആൾക്കാരുടെ ഇഷ്ടമാണെങ്കിലും റിവ്യൂസ് ആണെങ്കിലും ഒക്കെ ഇങ്ങനെ കൂടിയിട്ട് കഴിഞ്ഞ 2-3 ദിവസത്തിൽ വന്നിട്ടുള്ളൂ. സോ അതെനിക്ക് തോന്നുന്നു വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. പലയിടത്തു നിന്നും എനിക്ക് തോന്നുന്നു ജോഗ്രഫി ആവട്ടെ അല്ലെങ്കിൽ ഏജ് കാറ്റഗറി ആവട്ടെ എല്ലാ ആളുകൾക്കും എന്തെങ്കിലും ഒരു കണക്ഷൻ അതിലേക്ക് വരും. എല്ലാവരും നല്ലതായിട്ടെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. സോ ഞങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് പോലും ടിക്കറ്റ് കിട്ടാനില്ല. നിങ്ങൾ ശരിക്കും എത്ര വട്ടം സിനിമ കണ്ടു? അയ്യോ, നമ്മള് 2 വട്ടം കണ്ടു. പക്ഷെ ഫസ്റ്റ് ടൈം കണ്ടു എന്ന് പറയാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല എന്താ സംഭവിക്കുന്നത്. കൈയടിയൊക്കെ കേൾക്കുമ്പോ എന്തായിരുന്നു? കൈ ഫസ്റ്റ് ടൈം കാണുമ്പോ ഞങ്ങൾ തന്നെ ഇത് കൈയടി. നമ്മൾ അഭിനയിച്ച സാധനങ്ങളായിരുന്നു എപ്പോഴും മനസ്സിലുണ്ടാവുന്നു. ഓരോ സംഭവങ്ങൾ നടക്കുന്നതും ഓരോ പ്രശ്നങ്ങളാണെങ്കിലും വിറ്റ് മൂമെന്റ്സ് ആണെങ്കിലും ഒക്കെ അതൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ അങ്ങോട്ടും കൊണ്ട് നോക്കി ചിരിക്കും. ഇൻസിഡൻസ് ഓരോന്നായിട്ട് മെമ്മറിയിൽ ഓർമ്മ വന്നില്ലേ? അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടൈം പടം കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലായിരുന്നു പടം നല്ലതാണോ അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ ഇരിക്കുകയായിരുന്നു. ബട്ട് ഞങ്ങൾ 2ാമത്തെ പ്രാവശ്യം കണ്ട ഇന്നലായിരുന്നു. ഇന്നലെ കണ്ടപ്പോ റിയാലിറ്റി മനസ്സിലാക്കി ഇന്നലെ പിന്നെ സിനിമ കണ്ടു. അപ്പൊ എന്ത് തോന്നി? ഇന്നലെ കണ്ടപ്പോ ഫസ്റ്റ് ഹാഫിന്റെ എൻഡിങ് ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ അവിടെ കരങ്ങിയിരിക്കാം. എന്തിനാ അല്ല മീനാക്ഷി ഒരു മരിക്കുന്ന ആരും പിന്നെ പാട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഇരിക്കുന്ന ആളും ഞാൻ വേറൊരാളുടെ പടം കാണുന്ന പോലെ ഇരുന്ന് കണ്ട കരങ്ങിയപ്പോ ഇവിടെ തിരിഞ്ഞിട്ട് എന്തുവാ നീയാണ് കൊല്ലാൻ പോകുന്നത്. അപ്പൊ മറ്റേ സാധനം നീയാ കൊല്ലുന്നത്, നീ കാരണിട്ട് എന്തോ കാര്യം. But yeah, it's been a great experience. എന്തായിരുന്നു എക്സ്പീരിയൻസ്? എന്തായിരുന്നു? ഇത് തന്നെ കരച്ചിലായിരുന്നോ? കരഞ്ഞില്ല, ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. സ്റ്റക്കായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഒക്കെ ആയപ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു, നല്ലതായിട്ട് ഫീൽ ചെയ്തു. പക്ഷെ സെക്കൻഡ് ഹാഫിൽ നമ്മളെ കണ്ടു തുടങ്ങിയപ്പോ പിന്നെ ഒന്നും മനസ്സിലാവുന്നില്ല. പിന്നെ ഇപ്പൊ നിങ്ങളുടെ ആദ്യത്തെ മൂവി ആയതുകൊണ്ട് തന്നെ ഒരു വില്ലൻ റോളിലാണ് ഇതിലോട്ട് വന്നേക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പഴയ
ഇടയ്ക്ക് പറയാറില്ലേ, ഒരു സിനിമയിൽ ആദ്യം എന്ത് റോള് കിട്ടുന്നോ പിന്നെ തുടർച്ചയായിട്ട് അത് തന്നെ കിട്ടിക്കൊണ്ടിരിക്കും, അങ്ങനെ ഒരു സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇനി വരുന്നതും കൂടുതലും വില്ലൻ വേഷങ്ങളാവുമെന്ന് തോന്നുന്നുണ്ടോ? ആക്ച്വലി ഇല്ല, തോന്നില്ല. അറിയില്ല, ഇതൊന്നും കിട്ടിയില്ല അതുകൊണ്ട് അറിയില്ല. ബട്ട് തോന്നുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മൾ കുറച്ച് വെർസറ്റൈൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാന്നുള്ളതാണ് എയിം, അതാണ്. അല്ലെങ്കിൽ ടൈപ്പ് കാസ്റ്റ് പിന്നെ നമ്മൾക്ക് നമ്മുടെ പടത്തിൽ തന്നെ കുറെ എക്സാമ്പിൾസ് ഉണ്ട്. ചാക്കോച്ചൻ, ജഗദീഷ് ചേട്ടൻ, വിശാഖാണ്, എല്ലാരും വന്നേക്കുന്ന വേറൊരു രീതിയാണെങ്കിലും now they're doing different roles. അതെ, ചാക്കോച്ചൻ മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മളെ ഞെട്ടിച്ചു. എന്താ ചാക്കോച്ചന്റെ അഭിനയം സെറ്റിലൊക്കെ കണ്ട എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ചാക്കോച്ചന്റെ അഭിനയം പറയുകയാണെങ്കിൽ നമുക്കറിയാമായിരുന്നു ലൈക്ക് ചാക്കോച്ചനാണ്. ആൻഡ് കഥ നമുക്കറിയാലോ. അപ്പം ഓൾറെഡി ചാക്കോച്ചൻ ചെയ്യാൻ പോകുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അതായത് ഇതുവരെ ചെയ്യാത്തൊരു സാധനമാണ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഷാഹി കപൂറിൻ്റെ സ്ക്രിപ്റ്റാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഇത് ചാക്കോച്ചന് നല്ലൊരു ബ്രേക്ക് ആയിരിക്കും എന്ന് നമുക്ക് അറിയാമായിരുന്നു. പക്ഷെ നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്തതിലോ അപ്പുറമായിരുന്നു ചാക്കോച്ചന്റെ പെർഫോമൻസ്. ഒരു രക്ഷയില്ല പറയാൻ. എന്ത് തോന്നി? ഓഫ് കോഴ്സ് അതുപോലെ തന്നെയായിരുന്നു. നമ്മൾ കണ്ട് ചാക്കോച്ചൻ്റെ ഒരു പാട്ടല്ലേ നമ്മൾ പ്രോപ്പറായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ ഉപയോഗിച്ചിട്ടുള്ളേ കണ്ടിട്ടുള്ളൂ ഒരു ചോക്ലേറ്റ്. അല്ലാതെ ഇഷ്ടംപോലെ പടങ്ങൾ ഇപ്പോൾ ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് കപ്പിൾ ഓഫ് ഇയേഴ്സ് ആയിട്ട് അദ്ദേഹം പല പല സ്ക്രിപ്റ്റുകൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാ താൻ കേസോട് വാസ് വൺ ഓഫ് ദ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറല്ലേ. അതുപോലെ എനിക്ക് തോന്നുന്നു അങ്ങനെ സെലക്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന കുറച്ച് പടങ്ങളിൽ ഓഫീസർ എന്തായാലും എൻ്റെ പേഴ്സണലായിട്ട് കാണാൻ ഭയങ്കര രസമായിരുന്നു. സ്ക്രീനിലാണെങ്കിലും തറലി എൻജോയ്ഡ് ഹിസ് ഗ്രാഫ്. ഫുൾ പടത്തിൽ എങ്ങനെയാണോ പോയി വരുന്നത് എന്നുള്ളതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സെറ്റിൽ എങ്ങനെയായിരുന്നു? ഭയങ്കര ജോളി കമ്പനി, ചിലാക്സ്. ഈവൻ ദോ ദ ഫിലിം ഇങ്ങനെയൊക്കെ വില്ലന്മാരും മടിയും ഇടിയും അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ ഞങ്ങൾ സെറ്റ് വരുമ്പോൾ ഞങ്ങളെല്ലാം ചില്ലായിരുന്നു. ഞങ്ങളെല്ലാം ചിരിച്ച് കളിച്ച സെറ്റിൽ നിന്ന് സീൻ ഷൂട്ട് ചെയ്യാൻ ക്യാമറയുടെ മുന്നിൽ വരുമ്പോ ആ സോണിലേക്ക് കയറും, തിരിച്ച് അതേപോലെ ചില്ലടിക്കുന്നതാണ്. ചാക്കോച്ചനായിട്ടുള്ള കമ്പനി എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ടൈം അല്ലേ ഒരുമിച്ച് ചെയ്യുന്നത്? അപ്പൊ ചാക്കോച്ചൻ കോമഡി സെറ്റ് വന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മളെ കളിയാക്കും, ഞങ്ങൾ തിരിച്ചു കളിയാക്കും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ആള് ഫുൾ ടൈം ചിരിയും കളിയാ. പിന്നെ ഒരു ജാടയല്ല, ഹീസ് വെരി ഹംബിൾ. ലൈക്ക് നമ്മൾക്ക് വലിയൊരു ആർട്ടിസ്റ്റ് ആണ്, നമ്മൾ പുതിയ അങ്ങനെ ഒരു മാറ്റി നിർത്തത്തില്ല നമ്മളെ ഒരേപോലെ തന്നെ. ആൻഡ് ലൈക്ക് ഹി ഷോഡ് സോ മച്ച് ലവ് ടു അസ്. അതാണ് അതിൽ കൂടുതൽ ലൈക്ക് ഞങ്ങൾ ഇമ്മീഡിയറ്റ്ലി വി ഗോട്ട് കംഫർട്ടബിൾ വിത്ത് ഹിം. ഹീസ് നോട്ട് ഇന്റിമിഡേറ്റിംഗ്, ഹീസ് സോ കൈൻഡ്. ചാക്കോച്ചൻ മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. ജഗദീഷ് ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ജഗദീഷ് ചേട്ടൻ ഞങ്ങളൊരു കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ചുരുങ്ങിയൊരു സമയത്ത് ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം, ആള് വളരെ ഇൻ്റലിജൻ്റ് ആണ്. ആൻഡ് അദ്ദേഹം വളരെ ടു ദ പോയിന്റ് ആയിട്ടുള്ള മനുഷ്യനാണ്. എന്താ ചെയ്യുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് അറിയാവുന്ന. ഒരു എക്സാമ്പിൾ നമുക്ക് പറയാനാണെങ്കിൽ, മുമ്പ് പറഞ്ഞ പോലെ ഒരു ഡയലോഗ് സീക്വൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ പോലെ ജഗദീഷ് ചേട്ടൻ പറഞ്ഞൊരു ഡയലോഗ് വർക്ക് ആവാതെ, അപ്പോൾ അവർ പറഞ്ഞു ഇത് ഇങ്ങനെയല്ല ജഗദീഷ് ചേട്ടൻ പറയേണ്ടത്, വേറെ രീതിയിലായിരുന്നു. അപ്പോൾ ജഗദീഷ് ചേട്ടൻ അല്ല, ഞാൻ പറഞ്ഞതാണ് കറക്റ്റ്, ഞാൻ പറഞ്ഞതാണ് കറക്റ്റ് എന്നല്ല, ഞാൻ പറഞ്ഞത് തന്നെയാണ്, കറക്റ്റായിട്ടാണ് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എന്തോ മിസ്സായിട്ടുണ്ടായിരുന്നു. പക്ഷെ ജഗദീഷ് ചേട്ടൻ ഇല്ല, നിങ്ങൾ പ്ലേ ബാക്ക് എടുത്ത് നോക്കൂ. അപ്പം നോക്കിക്കഴിഞ്ഞപ്പോൾ കറക്റ്റാണ്, ആള് പറഞ്ഞതുപോലെ തന്നെയാണ്. സോ അത് കഴിഞ്ഞ് അല്ലെങ്കിൽ നോർമലി ഇരിക്കുമ്പോൾ ആൾ ഭയങ്കര തമാശയൊക്കെ പറഞ്ഞ് ആളുടെ എക്സ്പീരിയൻസ് എന്തൊക്കെയോ ഷെയർ ചെയ്യും. ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ വെറുതെ പാട്ടൊക്കെ പാടി നല്ല തമാശയായിട്ട് ഇരിക്കും. പിന്നെ ആ സമയത്ത് തന്നെ ഐ തിങ്ക് ഞങ്ങള് കണ്ടിട്ടുണ്ടല്ലോ പടം. ഇതുണ്ട് ബസ്സില്. അപ്പോ അതിനെ സംബന്ധിച്ച് ജഗദീഷ് ചേട്ടൻ ആക്ച്വലി ഒരു ഇടി കൊണ്ടു, ഏതോ ഒരു ഇടി കൊണ്ട് ജഗദീഷ് ചേട്ടൻ. അപ്പൊ എല്ലാരും പേടിച്ചു. ബിക്കോസ് അപ്പൊ തന്നെ കണ്ട് അവിടെ എന്തായിരുന്നു അത് റെഡ് ആയിട്ട്. പുള്ളിക്കാരൻ അടുത്ത ദിവസം വേറെ പടത്തിന്റെ ഷൂട്ട് ഉണ്ട്. അപ്പൊ ഞങ്ങളെല്ലാം നല്ലോണം ടെൻഷനായി. ബിക്കോസ് ഇത്ര സീനിയർ ആർട്ടിസ്റ്റ് ആണ്, നമ്മൾ പുതിയ ആൾക്കാർ വന്നിട്ട് അയ്യോ അങ്ങനെ ഫുൾ ടെൻഷൻ. ആൾക്കാർ വന്നിട്ട് ഇടിച്ചിട്ട് പോയി. പക്ഷെ ജഗദീഷ് ചേട്ടൻ ഞങ്ങളെ നല്ല കംഫർട്ടബിൾ ആക്കി. ഹി വാസ് ലൈക്ക് കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക, ഞാൻ സീനിയർ ആർട്ടിസ്റ്റ് അതുകൊണ്ടൊന്നും അല്ല, ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് അടുത്ത ദിവസമൊക്കെ വേറെ ഷൂട്ട് ഉണ്ട്, എനിക്ക് അവിടെ പോയി നല്ലോണം പെർഫോം ചെയ്യണം, അപ്പൊ നല്ലതായിട്ട് ഇരിക്കണം. കൂളായിട്ടാണ് ആള് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഓക്കെ കുഴപ്പമില്ല, ഓക്കെ അടുത്ത പഠിക്കാൻ
നമുക്ക് പഠിക്കാനുള്ള സ്പേസ് ഉണ്ട്, അല്ലാതെ നമ്മൾ ഒരു ആങ്ഷ്യസ് ആയിട്ട് ആ ഒരു സ്പേസിലല്ല നിൽക്കുന്നത് സെറ്റിൽ നിൽക്കുമ്പോൾ. സോ ദാറ്റ്സ് വെരി നൈസ്. ചാക്കോച്ചൻ എന്തെങ്കിലും അഡ്വൈസ് തന്നിട്ടുണ്ടോ? എന്തെങ്കിലും ഇങ്ങനെ ചെയ്യണമെന്നോ അങ്ങനെ എന്തെങ്കിലും? 3 പേർക്കും ആർക്കെങ്കിലും തന്നിട്ടുണ്ടോ? അല്ല, പക്ഷേ എനിക്ക് തോന്നുന്നു ഗിവ് ആൻഡ് ടേക്സ് ഉണ്ടായിരുന്നു. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ ചെയ്യണം എന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ഈ എന്താ പറയുക, ഇതിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് സജസ്റ്റ് ചെയ്താലും ഓക്കെ ആയിട്ടുള്ളൊരു ഇതിലായിരുന്നു. എന്ന് വെച്ചാൽ ഇങ്ങോട്ട് മാറി നിന്ന് ചെയ്താലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്റ്റെപ്പ് ചെയ്താലോ അല്ലെങ്കിൽ കൊറിയോഗ്രാഫി ചെയ്താലോ ഇതൊക്കെ ഹി വാസ് ഓപ്പൺ ടു എവറിഥിങ്. സംസാരിച്ചുകൊണ്ടിരിക്കും പോലും ഹി വാസ് വെരി ഓപ്പൺ ടു വാട്ട് എവർ വി ആർ സെയിങ്. ആൻഡ് ഒരു സീൻ എടുക്കണമെങ്കിൽ ബേസിക്കലി ഹി ഓൾസോ ഹാസ് ദിസ് ഐഡിയ ഓഫ് ഹി ഡസൻറ്റ് ബിലീവ് ഇൻ ഒറ്റയ്ക്ക് അഭിനയിക്കണം എന്നുള്ള രീതിയിൽ ബിലീവ് ചെയ്യുന്ന ഒരു മനുഷ്യനല്ല. എന്ന് വെച്ചാൽ എന്തൊരു സീനാണെങ്കിലും ഒരുമിച്ച് നമ്മൾ ചെയ്താലേ അതിൻ്റെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടെങ്കിൽ ആ സീൻ വരുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു ആക്ടർ തന്നെയാണ്. സോ ദാറ്റ് ഹെൽപ്പ്. Yeah, I also feel like it's a very director-led film. Like ജിത്തു സാറിന് എന്താ വേണ്ടേ അത് തന്നെയാണ് എല്ലാവരും കൊടുക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. അതിപ്പോൾ ചാക്കോച്ചനാണെങ്കിലും he has not tried to take up anyone else's space. എന്തോ ജിത്തു സാർ പ്ലാൻ ചെയ്തിരിക്കുന്ന whatever his vision is, he's only trying to make that come true. So അങ്ങനെ നോക്കുമ്പോൾ I think ചാക്കോച്ചൻ is one of the best co-actors to get. അതെ. ഇനി എന്താണ് 3 പേരുടെയും ഫ്യൂച്ചർ പ്ലാൻസ്? സിനിമ ആയിട്ട് മുന്നോട്ട് പോവുകയാണോ? അതെ, സിനിമ തന്നെയാണ് ആഗ്രഹം. പേഴ്സണലി കാര്യങ്ങളൊന്നും അറിയില്ല. നാട് എവിടെയായിരുന്നു? എൻ്റെ നാട് പത്തനംതിട്ടയാണ്. ഞാൻ പഠിച്ചതും വളർന്നതും ഒക്കെ അവിടെ തന്നെയാണ്. പിന്നെ മാസ്റ്റേഴ്സിനാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വന്നു കുറച്ച് കാസ്റ്റിംഗ് കോഴ്സൊക്കെ കൊടുത്തു. ആഗ്രഹം ഉണ്ടായിരുന്നു നല്ല ഫിലിംസ് എങ്കിലും കിട്ടണമെന്ന്. കൊടുത്തു, ഒരു ഫിലിമിന് കിട്ടി, ഓഡീഷന് പോയി. അങ്ങനെ ഇപ്പൊ ഇവിടെ എത്തി. ആദ്യത്തെ പടം തന്നെ ഹിറ്റും. അതെ, വെരി ഗുഡ്. എവിടെ നാടൊക്കെ ഇടുന്നത്? ഞാൻ ശരിക്കും മാലക്കരയിൽ നിന്നാണ് നാടെല്ലാം. ബട്ട് ജനിച്ചത് വളർന്ന അബ്ദുവിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ക്രൈസ്റ്റ് ബാംഗ്ലൂരാണ് എൻ്റെ ബാച്ചിലേഴ്സ് ചെയ്തത്. അതിങ്ങനെ ഇപ്പോൾ 4 വർഷമായിട്ട് ബാംഗ്ലൂരിൽ തന്നെ വർക്ക് ചെയ്യായിരുന്നു, തിയേറ്ററിൽ തന്നെ. ആൻഡ് അതിങ്ങനെ ഓഡിഷൻ ചെയ്തു, കിട്ടി. അപ്പൊ നിങ്ങൾ രണ്ടുപേരും മൂവി തന്നെ ആയിരുന്നു നോക്കി വെച്ചിട്ടുണ്ടായിരുന്നേ? ഞാൻ പഠിച്ചതല്ല ആക്ടിങ്. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ എൻ്റെ വീട് വയനാടാണ്, മാനന്തവാടി. പക്ഷെ ഞാനിപ്പോൾ ബോംബെ ബേസ്ഡ് ഔട്ടാണ് ഒരു കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട്. അപ്പോൾ അവിടെ തിയേറ്റർ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കാലം ബാംഗ്ലൂർ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് കോർപ്പറേറ്റ് മടുത്തു. അപ്പം മെല്ലെ ഇതിലേക്ക് ചാടി. എന്നിട്ട് ബോംബെയിലേക്ക് പോയി അവിടെ ഒരു കോഴ്സ് ചെയ്തു, തിയേറ്റർ മേക്കിംഗ്. പിന്നെ അവിടെ 2-3 വർഷം തിയേറ്ററും സംഭവങ്ങളൊക്കെ ആയിട്ട് ചെയ്തു. പിന്നെ അവിടെ ഒരു പടം കിട്ടി, ഒരു ഹിന്ദി പടം ചെയ്തു. പിന്നെ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അന്വേഷിപ്പിൻ കണ്ടന്റ് കിട്ടി. പിന്നെ ഐ തിങ്ക് 2018 മുതൽ ഐ ബീൻ ഇൻ ടു ദിസ് ഫുൾ ടൈമായി ട്രൈ ചെയ്യുന്നത്. ഓക്കെ. ഈ അന്വേഷിപ്പിൻ കണ്ടെത്തും അതിൽ നിന്നും കുറച്ചുകൂടെ ഡിഫറെന്റ് ആണ് ഈ സ്റ്റോറി വരുന്നത്. കുറച്ചുകൂടെ നല്ല എൻ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പോൾ എന്ത് തോന്നുന്നു, എങ്ങനത്തെ വേഷങ്ങൾ ചെയ്യാനാണ് കൂടുതൽ താല്പര്യം? അങ്ങനെയല്ല, എനിക്ക് തോന്നുന്നു എനിക്ക് എല്ലാ വേഷങ്ങളും ചെയ്യാൻ ഇഷ്ടമാണ്. ഒരു ഇപ്പൊ നമുക്ക് സെലക്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലൊന്നുമല്ലല്ലോ. അല്ലെങ്കിലും ചിലവർക്ക് ഉണ്ടാവില്ലേ വില്ലൻ അല്ലെ പിന്നെ നോർമൽ ക്യാരക്ടർ, അങ്ങനെ ചിന്തിക്കുമ്പോ എന്ത് തോന്നുന്നു? ഇല്ലില്ല, ടോട്ടലായിട്ട്. ഐ മീൻ സ്റ്റാർട്ടിങ് ഒരു വില്ലൻ ക്യാരക്ടറിലൂടെ ചെയ്തു എന്നുള്ളത് ഐ എം ടോട്ടലി ഹാപ്പി. ഐ മീൻ ഹാപ്പി. കുറച്ച് നല്ലോണം എനിക്കത് പേഴ്സണലായിട്ട് അങ്ങനെ ഫീൽ ചെയ്യുന്നത് വില്ലൻ ഷെയ്ഡ്സ് ഉള്ള ക്യാരക്ടേഴ്സിന് നമുക്ക് കുറച്ചും കൂടി ഒരു എനർജി കൊടുക്കാം. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പല പല ഷെയ്ഡ്സിൽ നമുക്ക് പലതും അല്ലാതെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഓൺ സ്ക്രീനിൽ ചെയ്യുന്ന പോലെ ഒരു ഫുൾ ഫ്ലെജ്ഡ് പവർ പെർഫോമൻസ് എനിക്ക് തോന്നുന്നു വില്ലനിസത്തിൽ നല്ലോണം ചെയ്യാൻ പറ്റുന്നു. സോ അത് തുടക്കം അങ്ങനെ ഒരു ഇതിലായതുകൊണ്ട് ഐ എം വെരി ഹാപ്പി അങ്ങനെ ഒരു ഷെയ്ഡ് കളിക്കാൻ പറ്റി എന്നുള്ളത്. ബട്ട് ഓഫ് കോഴ്സ് എന്താ പറയുക, അത് മാത്രം ചെയ്യണമെന്ന് ഒരിക്കലും ഉണ്ടാവില്ല. വിൽ ബി ഹാപ്പി ഇൻ ഡൂയിങ് സം അതർ തിങ്സ്. ഭയങ്കര മെലോ ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യാനും ഭയങ്കര ആഗ്രഹമുണ്ട്. വേറെ എന്തെങ്കിലും ജോൺറ ഇത് ചെയ്യാനും ആഗ്രഹമുണ്ട്. കോമഡിയാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട്. ബട്ട് അറ്റ് ദിസ് മൊമെന്റ് വില്ലൻ ഇത് സംഭവം കിട്ടിയാൽ ഐ എം ടോട്ടലി ഹാപ്പി. ആൻഡ് അപ്പൊ സ്റ്റിൽ സിനിമ തന്നെ ഫോക്കസ് ചെയ്യുന്നു. പണി സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിലെ വില്ലന്മാരെ കുറിച്ച് ആ സിനിമ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോ അവരുണ്ടാക്കിയ ഓളം ചെറുതൊന്നുമല്ലായിരുന്നു. ഇപ്പൊ അതാണ് നമുക്ക് നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത്. വില്ലൻ എന്ന് പറഞ്ഞ സീൻ അതെന്നെ പറയാനുള്ളൂ. മൊത്തത്തിൽ നിങ്ങളുടെ ബോഡി ലാംഗ്വേജും ഒക്കെ ആ ക്യാരക്ടറിനനുസരിച്ച് സെറ്റ് ആയിരുന്നു. ഇപ്പൊ ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല വേറെ ആരോടോ സംസാരിക്കുന്ന പോലെ. തിയേറ്ററിൽ കാണുമ്പോൾ മൊത്തത്തിൽ ചേഞ്ച് ആയിരുന്നു. അത് എങ്ങനെയായിരുന്നു ആ ഒരു ക്യാരക്ടറിലേക്ക് അത്രയും ബോൾഡായിട്ട് ചെയ്യാൻ പറ്റിയത്? എങ്ങനെ? ആക്ച്വലി കുറേ ഞങ്ങൾ റീസെർച്ച് ചെയ്തിട്ടുണ്ട്. കുറേ ഇന്റർവ്യൂസ്, ഡ്രഗ് അഡിക്ട്സിന്റെ കുറേ ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ട്. പിന്നെ ജിത്തു സർ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി ഞങ്ങളെ. ഓരോ സീനിലും എത്ര ലൈക്ക് ഹൈ ആയിട്ട് കയറണം, എത്ര പവർ വേണം ഒരു സീനിൽ, അതൊക്കെ ലൈക്ക് ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ജിത്തു സർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ തിങ്ക് വൺ ഓഫ് ദി തിങ്സ് ദാറ്റ് ഹി ടോൾഡ് us was to behave like hyenas. The way we attack Chakochan has to be like hyenas. ഒരാൾ അറ്റാക്ക് ചെയ്തെങ്കിൽ ഉടനെ അടുത്ത ആൾ. There's no like space in between. And നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോഴും നമ്മുടെ ആ ഒരു എക്സ്പ്രഷൻ, നമ്മുടെ ആ ഒരു പ്രാന്ത് പിടിച്ചിരിക്കുന്ന ഒരു ഇതാണ് അത് കാണിക്കുന്നത്.
So I think there's been a lot of preparation. ഞങ്ങൾ 5 പേരും ഒരു ഗ്യാങ് ആണെങ്കിൽ തന്നെ we all have our own individual personalities or like traits in the cinema. And adokke kore we've like done our own hard work, our own homework. And so I think അതിനെല്ലാത്തിന്റെ ഒരു അതിന്റെ ഒക്കെ ഒരു റിഫ്ലക്ഷൻ ആയിരുന്നു. ഓക്കെ ഓക്കെ. നമ്മള് കുറെ കമന്റും വീഡിയോസും ഒക്കെ കണ്ടപ്പോ അതിന്റെ അടിയിലുണ്ടായിരുന്നു ലേഡീസ് ആണ് വില്ലനായിട്ട് വരുന്നെന്നുള്ള തോന്നുന്നില്ല, അത്രയും പവർഫുൾ ആയിരുന്നു നിങ്ങളെ കാണുമ്പോ. പിന്നെ കുറെ ക്രഷ് ഒക്കെ വന്നല്ലോ ഇപ്പൊ. വില്ലന്മാരുടെ ക്രഷ്. ഓ മനസ്സിലാവുന്നില്ലേ? എങ്ങനെയുണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രപ്പോസൽസ് ഒക്കെ വരാൻ തുടങ്ങിയോ? ഏയ് പ്രപ്പോസൽസ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഞങ്ങളുടെ ക്യാരക്ടേഴ്സ് പക്ഷെ എല്ലാവരും നല്ലത് മാത്രമേ പറയുള്ളൂ. സത്യം പറഞ്ഞാൽ അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നല്ല ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. ലൈക്ക് നല്ല പെർഫോമൻസ് ആയിരുന്നു, നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, ആ ഒരു ഗ്യാങ് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട്. ആൻഡ് അതെ, നിങ്ങളുടെ ഗ്യാങ് മൊത്തത്തിൽ എല്ലാവരും ഏറ്റെടുത്തേക്കുന്നു. അതിൽ വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല. നിങ്ങൾ ഇനി ടീമായിട്ട് എവിടെയെങ്കിലും ഒക്കെ പോയാൽ മതി, സെറ്റ് ആയിരിക്കും. പേടിച്ച് മാറുന്നുള്ളതേ വില്ലന്മാര് വരുന്നുണ്ടെന്നുള്ള സെറ്റപ്പാ. ഞങ്ങൾ ആക്ച്വലി 5 പേര് റിയൽ ലൈഫിൽ കണ്ട പാവങ്ങളാണ്. പക്ഷേ സിനിമയിൽ അങ്ങനെ ഒരു ഇത് വന്നുകൊണ്ട് നമ്മൾക്ക് ആ ഒരു മൈൻഡാണ് ആദ്യം വരുന്നത്. ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അതൊരു പേടി ഉണ്ടായിരുന്നു, ഇനി എല്ലാവരുടെ മൈൻഡിലും ആ ഒരു ഇമേജ് വരുമോ എന്നുള്ളത്. ഇന്നലെ ഞങ്ങളുടെ അസോസിയേറ്റ് ഡയറക്ടർ എനിക്കൊരു വോയിസ് നോട്ട് അയച്ചായിരുന്നു. ഒരു പുള്ളിക്കാരന്റെ ഏതൊരു ഫ്രണ്ടിന്റെ എന്തോ മോൻ നൈറ്റ് മെയർ കണ്ടത് തന്നെയാണെന്ന് പറഞ്ഞു. എന്നിട്ട് ആള് ഉറങ്ങിയിട്ടില്ല, ഫുൾ കരച്ചിലായിരുന്നു രാത്രി മൊത്തം. അപ്പൊ അതെല്ലാം കേൾക്കുമ്പോ ഇങ്ങനെ ചെറുതായിട്ട് ഒരു സങ്കടം തോന്നുന്നു. കുട്ടികൾ മാത്രല്ല കേട്ടോ, പറഞ്ഞിട്ടുണ്ട്, എല്ലാരും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ രാത്രി കിടക്കുമ്പോ ആ മൂക്കില ഇതിട്ട പെൺകുട്ടി ഉണ്ടല്ലോ, അവന്റെ ദേഹത്തേക്ക് ഇങ്ങനെ വരുന്ന പോലെ തോന്നുന്നു. അങ്ങനെ കേൾക്കുമ്പോ ഐ എം ലൈക്ക് ഞാൻ എന്താ ഇപ്പൊ കാണിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ഫീല് കണ്ടു. ബട്ട് ഐ ഗെസ് ഇറ്റ്സ് ഓൾസോ ലൈക്ക് ഒരു അപ്രീസിയേഷൻ തന്നെയാണ് അത്. അതെ, തീർച്ചയായിട്ടും. അതെ, ഞാൻ നോക്കുമ്പോല്ലേ ശരിക്കും സിനിമയിൽ മാസം അഭിനയിക്കും, ഇവിടെ വന്നിരുന്നിട്ട് അയ്യോ എന്നെ കണ്ടെല്ലാവരും റിയൽ ലൈഫിൽ ഇങ്ങനെ പാവാണോ? പക്ഷെ എനിക്ക് തോന്നുന്നു കൂട്ടത്തിൽ കുറച്ചുകൂടെ പാവായിട്ട് തോന്നുന്നു. ഇതൊക്കെ കേൾക്കാൻ ആരുമില്ല അല്ലേ? അല്ല അതെ അതെ സത്യമാണ്. പുറമെ എങ്ങനെയാണെങ്കിലും ഭയങ്കര ഉള്ളില് പാവമായിട്ടുള്ള ഒരു കുട്ടിയാണ്. എന്റെ മോഹൻക്ക് ഇതുവരെ നല്ലവരും പറഞ്ഞിട്ട് ഈ മനുഷ്യൻ ആദ്യം പറഞ്ഞതാണോ? കൈയടിച്ച് ശരിക്കും പാവല്ലേ? കളിയാക്കി പറഞ്ഞാണോ തോന്നുന്നു കേട്ടോ. അല്ല സീരിയസ്ലി ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. ഇതില് കൂട്ടത്തിൽ കുറച്ച് റഫാരാ. എന്താ അല്ല റഫ് എന്ന് പറഞ്ഞ അങ്ങനല്ല, പുള്ളിക്കാരൻ കുറച്ചും കൂടെ ഔട്ട് ഗോയിങ് ആണ് എല്ലാ കാര്യങ്ങൾക്കും. ലൈക്ക് ഹീസ് ആക്ച്വലി ലാൻസ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നെങ്കിൽ ബിക്കോസ് അമിത് ഇസ് ലൈക്ക് എ റിയലി സ്മാർട്ട്. ലൈക്ക് ഇപ്പൊ പടത്തിൽ കാണിക്കുന്ന പോലെ ലൈക്ക് ഞങ്ങൾ ഇതിലൊരു പണി ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലീൻ അപ്പ് ചെയ്യുന്ന അങ്ങനെ ചിന്തിക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, അത് അമിത്. അത്രയും ചിന്തിക്കുന്ന ഗ്രൂപ്പിലുള്ള ഒരാൾ അമിത് തന്നെയാണ്. ഹി ബിൽഡ്സ് ഹിസ് ഓൺ ബൈക്സ്, ഹീസ് എ സൂപ്പർ മോഡൽ, he does like he's very intelligent, you know, he's starting his own company now. അങ്ങനത്തെ ഒരു വേറെ നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ ആളിരുന്ന് ചിന്തിക്കുന്നതും ചെയ്യുന്നതും ഒക്കെ ഇൻട്രസ്റ്റിംഗ്. ഇങ്ങനെയും ചെയ്യാമല്ലേ? രസകരമായുള്ള ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും ഉള്ള ഒരാളാണ്. രസകരമായുള്ള ചോദ്യം. ഇപ്പൊ ഈ മൂവിയിലൊക്കെ വന്നതിന് ശേഷം അത്യാവശ്യം പോപ്പുലർ ആയല്ലോ. അപ്പൊ ആരെങ്കിലും ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ടോ? ഇന്ന ആളെ പോലെ കാണാൻ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും? ഞാൻ പറഞ്ഞ മണ്ടത്തരായി പോയാലോ ഞാൻ അങ്ങോട്ട് ചോദിച്ച്. എന്റെ കുഴി ഞാൻ തന്നെ അല്ല ചുമ്മാ പറ. എന്താ ബ്രോ പറ, ആരെ പോലെ ഇരിക്കുന്ന നല്ലത് മാത്രം പറയാം. ഐശ്വര്യ ഭയങ്കര കമ്പാരിസൺ. ഈ ആൻസർ അല്ലേ പ്രതീക്ഷിച്ചേ? മനസ്സിലായത് ഞങ്ങൾ ശരിക്കും ഫ്രണ്ട്സ് ആണ്. വില്ലനല്ല ഫ്രണ്ട്സ്. ആദ്യത്തെ ഓഡീഷന് പോയപ്പോ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് എന്തായിരുന്നു? എന്റെ ആദ്യത്തെ ഓഡീഷൻ ആണ് ഇതായിരുന്നോ? വാവ്, ഓക്കെ. എന്തായിരുന്നു?
എക്സ്പീരിയൻസ് ചോദിച്ചാൽ നമ്മൾക്കൊന്നും അറിയില്ല, അതുകൊണ്ട് തന്നെ ഒന്നും അറിയാതെ കൂളായിരുന്നു പറയാൻ പറ്റില്ല. ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യുമ്പോൾ ഉള്ളൊരു ആശ്വാസം ഉണ്ടായിരുന്നു. ആൻഡ് നമുക്കറിയാം അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ ചെറുതായിട്ടുണ്ടാവും. ആൻഡ് അവിടെ ചെന്നപ്പോൾ തന്നെ എല്ലാവരും വളരെ ഫ്രീ ആയിട്ടാണ് നമ്മൾ പെരുമാറിയത്. എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. ജിത്തു സാർ ഉണ്ടായിരുന്നു, അസോസിയേറ്റ്സ് ഉണ്ടായിരുന്നു, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു. അവരുടെ അടുത്ത് നമ്മളുടെ അടുത്ത് കുറച്ച് സീൻസ് തന്നു മൂവിയായിട്ട് ബന്ധപ്പെട്ട്. ലൈക്ക് എങ്ങനെയായിരിക്കണം ബോഡി ലാംഗ്വേജ്, അങ്ങനത്തെ ചില സിനാരിയോസ് തന്നിട്ട് ചെയ്ത് കാണിക്കാൻ പറഞ്ഞു. അത് ചെയ്ത് കാണിച്ചു. അപ്പോൾ ഓക്കെ ശരി നമുക്ക് എന്തെങ്കിലും ഒരു റോള് ചെയ്യാം എന്ന് പറഞ്ഞു വിട്ടതേ ഉള്ളൂ. അല്ലാതെ എന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ മൂവിയിൽ 2-3 ന്യൂ കമേഴ്സ് ഉണ്ട്, കുറേ ന്യൂ കമേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ എല്ലാം ലൈക്ക് അവരിങ്ങനെ ഓരോരുത്തരെ എങ്ങോട്ട് പ്ലേസ് ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ 2-3 ക്യാരക്ടേഴ്സിൻ്റെതായിട്ടുള്ള സിനാരിയോസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആയിട്ട് അവർ പിന്നെയും കുറേ എനിക്ക് തോന്നുന്നു പിന്നെയും കുറേ ഓഡീഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഒരു 2-3 ഓഡീഷൻ ഒക്കെ സ്റ്റേജസ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ തമ്മിൽ കുറേ കോമ്പിനേഷൻസ് ഒക്കെ ചെയ്തു. അങ്ങനെയാണ് ഫൈനലൈസ് ചെയ്തത്. നിങ്ങളെപ്പോഴാണ് ആദ്യം കാണുന്നത് മൊത്തം ആൾക്കാർ? ഞാൻ ലേ ആണ് ആദ്യമായിട്ട്. അത് 2023 ഒക്ടോബർ ഒക്ടോബറല്ല, 24 ജാനൊക്കെ ആയിട്ടാണ് ഞങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യുന്നത്. അവിടെ ഞങ്ങളുടെ ഒരു കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ആദ്യത്തെ സ്റ്റോറി ലൈൻ കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. അപ്പം അതിൻ്റെതായിട്ടുള്ള കുറച്ച് കോമ്പിനേഷൻ സീൻസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരു പിന്നെ ഏപ്രിൽ ആയപ്പോഴത്തേക്കും 2024 ഏപ്രിൽ ആയപ്പോഴത്തേക്കും ഫുൾ ടീം വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അജിത് ശിവലാൽ പുള്ളിക്കാരൻ ചെയ്തൊരു വർക്ക്ഷോപ്പ് ഒരു 5 ദിവസത്തെ. അത് ഐ തിങ്ക് റിയലി ഹെൽപ്പ്. ഹീസ് എ റിയലി ഗുഡ് ആർട്ടിസ്റ്റ്. പുള്ളിക്കാരൻ ലൈക്ക് ഹി റിയലി ഹെൽപ് us കം ടുഗദർ. ആ ഒരു ബോണ്ട് ആക്ച്വലി അവിടെ നിന്നാണ് തുടങ്ങിയത്. ആ സമയത്ത് ശരിക്കും എന്താ ചെയ്യാൻ പോയെന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇവരൊക്കെ ഒപ്പം ഉണ്ടെന്നുള്ളൊരു ഫീലിംഗ് ഞങ്ങളുടെ കണക്ഷൻ ബിൽഡ് ചെയ്യാൻ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ്. മറ്റേ വിശാഖ് ബ്രോ ഉണ്ടായിരുന്നല്ലോ. നമ്മൾ ആദ്യം കാണുമ്പോ അല്ല മനസ്സിൽ കിടക്കുന്ന ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനന്ദത്തില് കുപ്പിയായി വന്നിട്ട് ആ ഒരു ക്യാരക്ടർ. പക്ഷെ ഇപ്പൊ സീൻ മാറ്റി കളഞ്ഞു. ഇപ്പൊ കിടക്കുന്ന ക്രിസ്റ്റോ ആ ഒരു ലെവലിലെത്തി. പുള്ളിയുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? I mean, Vishag, I'm really happy for them. I'm happy for him for that part. അവനും ഇപ്പോൾ ഇത് പറഞ്ഞ പോലെ കുഞ്ചാക്കോ ബോബൻ്റെ കാര്യം പറഞ്ഞ പോലെ സാറിൻ്റെ കാര്യം പറഞ്ഞ പോലെ വിശാഖിനും കുപ്പി എന്നൊരു വേർഡ് എപ്പോഴും സ്റ്റക്കായിരുന്നു എൻ്റെ കൂടെ. ഹി എൻജോയ്ഡ് ഇറ്റ്, ലൈക്ക് സ്റ്റിൽ എൻജോയിങ് ഇറ്റ്. പക്ഷെ എന്നാലും നമ്മൾ കേട്ട് കുറേ കാലം സെയിം തന്നെ എല്ലാവരും പറയുമ്പോൾ നമുക്കെന്നെ തോന്നുമല്ലോ ഒന്ന് മാറ്റണം എന്തെങ്കിലും ഒരു. എനിക്ക് തോന്നുന്നു കുപ്പീനെ പോലെ ആൾക്കാർ ആലോചിച്ച് വെക്കുന്ന അല്ലെങ്കിൽ അവന് സെക്കൻഡ് ഒരു നേച്ചർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും ഇതിൽ വന്നിട്ടുള്ള ക്രിസ്റ്റി എന്നുള്ളതിൽ 100% ഒരു ഇതായിട്ടുള്ളതാണ്. ഇനി അടുത്തൊരു സിനിമ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷനാ ആരെ അതെ ക്രിസ്റ്റി എന്ന് വിളിക്കണോ എന്നുള്ളത്. ബട്ട് ഹി വാസ് സൂപ്പർ. ഐ മീൻ ഒന്നാമത് ഹിസ് എ ഗ്രേറ്റ് ആക്ടർ ഫോർ ദാറ്റ് മാറ്റർ. മതലബ് അത്രയധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള റോൾസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെ ഐ തിങ്ക് ഇറ്റ്സ് എ ബ്രില്യൻ തിങ്. ഇപ്പോൾ എമർജൻസി എന്ന് പറയുന്നൊരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു ഹിന്ദിയിൽ. സോ ഹി ഡിഡ് ദ ക്യാരക്ടർ ഓഫ് സഞ്ജയ് ഗാന്ധി. അതിലും ടോട്ടലി ഡിഫറെൻ്റാണ്. ഇത് രണ്ടും അല്ലാതെ വേറൊരു തരത്തിലുള്ള ഒരു മാനേഴ്സും സംഭവങ്ങളൊക്കെയാണ്. സോ ഫുട്ടേജ് സംഭവങ്ങളിലൊക്കെ ചെയ്തു. ബട്ട് ഹി കെയിം ഇൻ ലേറ്റ് ടു ദ ബോർഡ്. മതലബ് ഞാൻ പറയുന്നത് നമ്മുടെ ഗ്രൂപ്പിൽ ബേസിക്കലി ഹി കെയിം ഇൻ എ ലിറ്റിൽ ലേറ്റ് ബിക്കോസ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്തൊക്കെയാണ് സംഭവങ്ങളുടെയും ഇതിലൊക്കെ. അപ്പം നമ്മളൊരു ചെറിയൊരു ബോണ്ട് നമ്മുടെ ഇടയിൽ ഉണ്ടായതിനു ശേഷമാണ് വിശാഖ കം ടു ആർ ടീം. ബട്ട് എല്ലാവർക്കും അങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ, നമ്മൾ ഓൾറെഡി സെറ്റ് ഗ്രൂപ്പിന്റെ ഇടയിൽ കയറി വരുമ്പോൾ ഒരു ഡിഫറൻസിയേഷൻ ഉണ്ടാവുമോ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളത്. ബട്ട് യു സോ സ്മൂത്ത് ഫോർ ഓൾ ഓഫ് us. സൂപ്പർ ആയിട്ട് ഡീൽ ചെയ്തു വന്നു. ഐ മീൻ ഇപ്പൊ നമുക്കൊരു അങ്ങനത്തെ ഒരു ബോണ്ട്. ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് തിങ് ടു ഹാവ് എ കോ ആക്ടർ ലൈക്ക് വിശാഖ്. He's been like an older brother. Like സെറ്റിൽ ഞാനിപ്പോൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ he'll come and tell, എടാ നീ ഇങ്ങനെ ചെയ്ത് നോക്ക്, ചിലപ്പോൾ അത് വർക്കാവും ഇച്ചിരിയും കൂടെ. ഞാൻ ചോദിക്കുന്ന എല്ലാ മണ്ടത്തരത്തിനും he'll give me an answer. Like he's helped me out so much. So like I think having Vishak on board made a huge difference for all of us. Yes, of course. So yeah. നിങ്ങളുടെ ഈ ഗ്യാങ്ങിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള മൊമെന്റ് ഉണ്ടോ? മറക്കാൻ പറ്റാത്ത അത്രയും ഫണ്ണായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ? എല്ലാ സ്പെഷ്യൽ മൊമെന്റ്സ് എന്നാലും ഓർത്തിരിക്കാൻ പറ്റുന്ന. നമ്മൾ ലാസ്റ്റ് ഡേ പാക്കപ്പിന് എല്ലാവരും കൂടിയിട്ട് വി ഹാഡ് എ വെരി പേഴ്സണൽ സെലിബ്രേഷൻ ഓഫ് ആർ. എല്ലാം റാപ്പ് പാർട്ടി ഉണ്ടെങ്കിൽ പോലും നമ്മൾ 5 പേര് മാത്രമായിട്ടുള്ള ഒരു സെലിബ്രേഷൻ പാർട്ടി ഉണ്ടായിരുന്നു നമുക്ക്. അത് നമ്മുടെ മാത്രമായിട്ടുള്ള ഒരു ഏരിയ. ദാറ്റ് വാസ് വെരി ഐ മീൻ എനിക്ക് തോന്നുന്നു എവ്രി കൈൻഡ് ഓഫ് ഇമോഷൻസ്
ലാസ്റ്റിൽ വന്നിട്ട് എല്ലാം കൂടെ ഒരുമിക്കുന്ന ഒരു സംഭവമായിരുന്നു തോന്നുന്നു. അത് നമ്മുടെ ഒരു വർഷത്തെ ഓൾമോസ്റ്റ് 6-7 months ഓഫ് എല്ലാവരും ഒരുമിച്ച് നിന്ന് ചെയ്തതിൻ്റെയും എല്ലാത്തിൻ്റെയും ഒരു എൻഡ് പോയിന്റ് ആയിരുന്നു. സോ അത് ഭയങ്കര ഒരു നല്ലൊരു I think what's nice is that ഞങ്ങൾ തമ്മിൽ ഒരു കോമ്പറ്റീഷൻ അല്ല. ലൈക്ക് ഞങ്ങൾ എല്ലാവരും തമ്മിൽ വെരി സപ്പോർട്ടീവ് ഓഫ് ഈച്ച് അതർ, വെരി ഹാപ്പി ഫോർ ഈച്ച് അതർ, ആൻഡ് there's so much love. അപ്പൊ ഞങ്ങൾ അന്ന് തന്നെ ലൈക്ക് what we celebrated was that love, that ഇനി എത്ര കാലം കഴിഞ്ഞാലും പടം ഹിറ്റായാലും ഹിറ്റായില്ലെങ്കിൽ എന്തായാലും ഈ ഫ്രണ്ട്ഷിപ്പ് will always be there for us. And I think that's the most important thing. ഇനി നിങ്ങൾ 5 പേർക്കും കൂടി ഒരു പടം വന്നാൽ ചെയ്യാനും സെറ്റ് അല്ലേ? കൊണ്ടുവരണം. എങ്ങനെ വില്ലന്മാരായി? അതെ, 5 വില്ലന്മാര് സെറ്റാണ്. ഇനി കഥ മതി എന്ന് പറയാം. കൂട്ടത്തിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ട്രിപ്പ് പോവാൻ അങ്ങനെയൊക്കെ താല്പര്യമുള്ളത്? You also travel a lot. I travel a lot, പക്ഷെ ട്രിപ്പ് എന്നൊരു സംഭവത്തിലല്ല, വർക്കിന്റെ ഇതിലായിട്ട്. ബട്ട് ഇറ്റ് ഇൻവോൾവ്സ് ട്രാവലിംഗ് ഓൾസോ. അപ്പോ രണ്ടും ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു വർക്കഹോളിക് ആണ് അവിടെ. അങ്ങനെയല്ല. പക്ഷെ ആ വർക്കിന് ബേസിക്കലി ട്രാവല് ഇൻവോൾവ് ആണ്. ഇപ്പൊ 2 ദിവസത്തിനിടയിൽ എത്ര നല്ലൊരു ഇന്റർവ്യൂ കിട്ടിയിട്ടില്ല. എക്സ്ട്രാ സപ്പോർട്ട് അല്ല, ഇവർക്ക് പട്ടി വരെ സപ്പോർട്ട് സപ്പോർട്ട് വേറെ അറിയില്ല. വർക്കഹോളിക്കാന്ന് പറഞ്ഞപ്പോ ചിരിച്ചയാ. ഐശ്വര്യക്ക് പോവാൻ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഒരു പ്ലേസ് ഏതായിരിക്കും? ഞാൻ അങ്ങനെയൊന്നും പ്ലാൻ ചെയ്തില്ല. ജപ്പാൻ. എനിക്ക് ജപ്പാൻ വളരെ ഇഷ്ടമാണ്. ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ജപ്പാനിലോട്ട് പോകും. യാത്ര അത് വേഗം നടക്കട്ടെ. ഓക്കെ, ഇപ്പൊ നമ്മുടെ മൂവിയില് കൂടുതലും കാണിക്കുന്ന ഡ്രഗ് യൂസ് ആണ്. ഇപ്പത്തെ ജനറേഷനിലെ കുറെ പിള്ളേരും അങ്ങനെയൊക്കെ തന്നെയാണ്. എന്താണ് അവരോടൊക്കെ എന്ത് മെസ്സേജ് കൊടുക്കാൻ? I think ഞങ്ങൾ പടം ചെയ്തത് തന്നെ അതൊരു വലിയൊരു മെസ്സേജ് ആണ് എന്നുദ്ദേശമാണ് ശരിക്കും. But I think the idea is that I think it's important to live life for what life is. അല്ലാതെ എത്രന്ന് വെച്ചാൽ like how much can all of these other highs give you? Ultimately what's important is like the relationships that you build, the life that you build for yourself, your health. നമ്മുടെ ഹെൽത്ത് അത്രയും ഡീഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജീവിക്കുന്നൊരു ഒരു അർത്ഥമില്ല. So I feel like you need to know what is important and what is, you know, like where do you want to take your life? I think that's an important thing for people to think about. Yeah. അത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും we were quite sure we had a socially relevant stuff in our hands. മറ്റൊരു ഒരു മെസ്സേജ് ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് വർക്ക് ചെയ്തത് പടത്തിന് മൊത്തം. ബട്ട് ഇപ്പൊ റിസീവ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നുന്നു അതെല്ലാവരും ആ ഒരു മെസ്സേജിനെ വളരെയധികം ഇമോഷണലി കണക്ട് ആവുന്നുണ്ട് എന്നുള്ളത് ഇസ് എ ബിഗ് തിങ്. ഐ മീൻ സ്പെഷ്യലി ഫോർ ലൈക്ക് പീപ്പിൾ, മക്കളുള്ളവരും ഫാമിലി ഓഡിയൻസ് ഒക്കെ ആണെങ്കിൽ എല്ലാവർക്കും അതും നമ്മളങ്ങനെ സോഷ്യലി റെലവൻറ്റ് മെസ്സേജ് പ്രീച്ച് ചെയ്യുന്ന പോലെ കൊടുത്തിട്ടേ ഇല്ല. അതിൽ ഏതാണ് എങ്ങനെയാണ് എന്താണെന്നുള്ളത് കൊടുത്തിട്ടില്ല. ഒരു സോഷ്യൽ കമൻട്രി പോലെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അത് ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട്, അത് റെലവൻസ് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് ഇസ് എ ബിഗ് തിങ്. ആൻഡ് ഐ ഹോപ്പ് എന്താ പറയുക, ചെറുപ്പക്കാരാണെങ്കിലും കാണുന്നവർക്ക് ബേസിക്കലി എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ആൻഡ് ഐ റിയലി ഹോപ്പ് ദാറ്റ് ഹെൽപ്സ് ദം ഇൻ മേക്കിംഗ് ഡിസിഷൻസ് ഇൻ ലൈഫ്. എന്ത് തോന്നുന്നു? അതന്നെ, നമ്മള് ഒരു മെസ്സേജ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശമാണല്ലോ ബേസിക്കലി. ലൈക്ക് നമ്മുടെ സിനിമ എല്ലാവർക്കും, എല്ലാ ഓഡിയൻസിനും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ എന്താ പറയുന്നത്, കണ്ടിരിക്കാൻ പറ്റുന്നൊരു സിനിമയാണ് നമ്മുടെ. ആ ഒരു എന്താ പറയുക, ഒരു മെസ്സേജ് തന്നെ. ലൈക്ക് ഒരു സൊസൈറ്റിയൽ ഇഷ്യൂസിനെ ഡീല് ചെയ്യുക, അങ്ങനത്തെ സിനിമകൾ എനിക്ക് തോന്നുന്നു കുറച്ച് കുറഞ്ഞു വരുന്നുണ്ടോ എനിക്കറിയില്ല, അങ്ങനെ തോന്നുന്നുണ്ട്. ബട്ട് നമ്മുടെ ആ ഒരു സ്പേസിൽ നമ്മുടെ സിനിമയ്ക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് പറഞ്ഞ പോലെ യൂത്തിനും ഇപ്പം വില്ലന്മാരാണെങ്കിലും നമ്മൾക്ക് എനിക്ക് തോന്നുന്നു യൂത്തിന് കൂടുതലും ഇഷ്ടപ്പെട്ടത് വില്ലന്മാരുടെ ആ ഒരു സ്റ്റൈൽ, ആ ഒരു സ്വാഗ്, അതൊക്കെയാണ്. വില്ലന്മാര് ഭയങ്കര കളർഫുൾ ആയിരുന്നു, നല്ല രസമായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ ഫാമിലി ഓഡിയൻസിനാണെങ്കിലും ആസ് എ പേരൻറ്റ് അവർക്ക് എന്താ പറയുക ഒരുപാട് കാര്യങ്ങൾ എന്താ പറയുക
മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും. എല്ലാവരും മക്കളുള്ള പേരൻസ് ഒരുപാട് വന്ന് കാണേണ്ട സിനിമയാണ് എന്ന് പറഞ്ഞ് ഞാൻ കുറെ കേട്ടു. ആൾക്കാർ പറയുന്നത് അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. കാരണം യെസ്, പേരൻസിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മളെ വില്ലന്മാരായിട്ട് കാണുമ്പോൾ ഒരിക്കലും അങ്ങനത്തെ ആൾക്കാരാവാതിരിക്കാൻ ശ്രമിക്കുക എല്ലാവരും. അപ്പം നമുക്ക് പറയുകയാണെങ്കിൽ ലൈക്ക് ആ ഒരു ലൈഫല്ലേ ഉള്ളൂ, നല്ല രീതിയിൽ എല്ലാവർക്കും സ്വയം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ ജീവിക്കാൻ പറ്റുക. മാക്സിമം നമ്മുടെ ലൈഫ് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത്. ഓൾസോ പേരൻസ് ഈ കാണാൻ പോകുന്ന പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പെൺപിള്ളേരെ പിടിച്ച് വീട്ടിലിരുത്തുന്നല്ല, ബട്ട് ടു കമ്മ്യൂണിക്കേറ്റ് ബെറ്റർ. പ്രിയാമണി ചാക്കോച്ചൻ ആ സീനിൽ കാണിക്കുന്നുണ്ട്, പ്രിയാമണി പറയുന്നുണ്ട് ഇപ്പൊ ഇങ്ങനെയല്ല സംസാരിക്കണ്ടേ, കാം ഡൗൺ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇറ്റ്. പക്ഷെ ചാക്കോച്ചൻ കയറി എടുച്ചാടി അടിയിലാക്കിയിട്ടാണ്. കുട്ടികളെ പ്രഷറൈസ് ചെയ്യാതിരിക്കുക, അതിനകത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് എനിക്കത് മനസ്സിലായിട്ടുള്ള, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിലിമിന് ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. എല്ലാ ആൾക്കാർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് പല പെർസ്പെക്റ്റീവ്സിൽ നിന്ന് നമുക്ക് ഈ സിനിമ നോക്കാൻ പറ്റും. അത് ആസ് എ ബ്രില്യൻറ്റ് റൈറ്ററിന്റെ ഒരു ബ്രില്യൻസ് തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് റിലേഷൻഷിപ്സിനെ പറ്റിയിട്ട് നമ്മുടെ ഫിലിം സംസാരിക്കുന്നുണ്ട്. പേരൻസ് ചിൽഡ്രൻ റിലേഷൻഷിപ്പ് ആണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും. അപ്പം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് ഒരു മോശം അനുഭവം ഉണ്ടായപ്പോഴാണ് ഓക്കെ നമ്മളുടെ ഉത്തരം റിവെഞ്ച് ആയിരുന്നു. ദാറ്റ്സ് വാട്ട് മേക്സ് അസ് വില്ലൻസ്. പക്ഷെ റീസൺ ഉണ്ട്. യാ, നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ കത്തിയെടുത്തത്. ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി കത്തിയെടുത്തു. സോ റിലേഷൻഷിപ്സിനാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും പറയുന്ന നമ്മുടെ സമൂഹത്തിനോടാണെങ്കിലും ഉള്ള ഒരു റിലേഷൻഷിപ്പ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാന്ന് തന്നെയാണ് നമ്മുടെ ഫിലിം കൊടുക്കുന്ന മെസ്സേജ്. ഓക്കെ, പിന്നെ ഇതിലെ മൂവിയുടെ കാര്യം പറയുകയാണെന്ന് വെച്ചെങ്കിൽ വില്ലന്മാരുടെ ലുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ എനിക്കൊരു കൺഫ്യൂഷൻ വന്ന, ഈ സിനിമയ്ക്ക് വേണ്ടിയാണോ ഹെയർ കട്ട് ഇങ്ങനെ ആക്കിയേക്കുന്നത്? അത് നോർമലി ഇങ്ങനെ തന്നെ ആയിരുന്നു. എനിക്ക് ഇതുപോലെ ആയിരുന്നു എന്റെ മുടി ഒരു 3 വർഷമായിട്ട്. പക്ഷെ പടത്തിലേക്ക് വന്നപ്പോൾ ദേ കട്ട് ഇറ്റ് ഷോർട്ടോ ആൻഡ് മുടി കളർ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്നെ കൊണ്ടുപോയി മൂക്കുത്തിയൊക്കെ കുത്തിപ്പിച്ചു, ചെവിയൊക്കെ. പടത്തിന് വേണ്ടി പുതിയതാണോ? ഇത് നേരത്തെ ഉണ്ടായിരുന്നു. എനിക്ക് സെക്കൻഡ് പിയേഴ്സിങ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറെ കരങ്ങിട്ടുണ്ടെന്ന് ചേത്തില്ലാന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് അത്. അപ്പൊ അത് ഇവിടെ ഇൻഫെക്ഷൻ, അതൊരു കളണ്ട് വന്നു, ഇൻഫെക്ഷൻ ആയോ? പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്റെ പുറകിലെ ക്യാരക്ടർ ആവാൻ വേണ്ടിട്ട്. അങ്ങനെ ക്യാരക്ടർ ആവാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇതിന് സ്പെസിഫിക് ആയിട്ട് എനിക്ക് വേറെ എന്താ പറയാ ഫിസിക്കലി ചേഞ്ചസ് ഒന്നും അധികം ഉണ്ടായിരുന്നില്ല ഈ പടത്തില്. എന്നുവെച്ചാ ഓഫ്കോഴ്സ് മുടിന്റെ സ്റ്റൈലും ആ ഒരു ലുക്കും ആ ഒരു ലുക്ക് വരുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. സ്റ്റൈലൈസ് ചെയ്യാണെങ്കിലും ഹെയർ ഇത് ചെയ്യാണെങ്കിലും ഇടുന്ന ഡ്രസ് ആണെങ്കിലും ദ വേ ആ ഡ്രസ് ഇടുന്ന സ്റ്റൈൽ ആണെങ്കിലും കുറച്ച് കോൾഡറൊക്കെ ഒന്ന് ഇതാക്കി വെച്ച് അങ്ങനെ ഒരു രീതിയിലൊക്കെ വെച്ചിട്ടൊക്കെ ഉള്ള സംഭവങ്ങളായിരുന്നു മെയിൻലി. പക്ഷെ അല്ലാതെ ഫിസിക്കലി വേറെ ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു എനിക്ക് പേഴ്സണലി ഉണ്ടായിരുന്നില്ല. ഈ മൂക്ക് കുത്താൻ പോയ കഥ എപ്പോഴാ അറിഞ്ഞത്? കൂടെ ഉണ്ടായിരുന്നു ആ സമയത്ത്? ഞാൻ അപ്പുറത്തിരുന്ന് കുത്തുന്നുണ്ട്. എനിക്ക് കുത്തിയിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് ടൈം കുത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ചെയ്ത ഷോട്ട് കുറച്ച് റീഷൂട്ട് ചെയ്യേണ്ടി വന്നു. അപ്പം ആ ടൈമിലാണ് പിന്നെ ഇത് മാറ്റിയത്. എന്റെ ഹെയർ ഒക്കെ കുറെ ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ടുണ്ട്. കളറൊക്കെ മാറ്റിയിട്ടുണ്ട്. കളറിങ് ഒക്കെ ചെയ്തത് ഇതിന് വേണ്ടിയിട്ടാണ്. ആൻഡ് ഫിലിമിൽ കാണുന്ന ഒരു ഹെയർ സ്റ്റൈൽ മുള്ളറ്റ് ഹെയർ സ്റ്റൈലാണ്. അതും ഞാനുമായിട്ട് യാതൊരു ബന്ധമില്ല. ഫസ്റ്റ് നമ്മൾ വേറെ എന്തൊക്കെ ചെയ്തു, ലാൻഡ് ഇവിടെ മൊത്തം ബട്ട് ഫൈനലി എനിക്ക് തോന്നുന്നു ഒറ്റയൊരു ലുക്കിന് പകരം 5 പേരുടെയും ലുക്ക് ഒരേ സമയത്ത് വെച്ചിട്ട് ഒരു കണക്ഷൻ ഒക്കെ വരണം. അങ്ങനെ ഒരു ഇതിലാണ് എല്ലാം റിപ്പീറ്റ് ആവുന്നത്. അങ്ങനെ പല ഓപ്ഷൻസ് എടുത്തിട്ടാണ് വി റീച്ച് ടു ദിസ്. അതായത് നമുക്ക് ആ സിനിമ കാണുമ്പോൾ നിങ്ങളുടെ ഫേസിൽ നോക്കുമ്പോൾ ഇവരെല്ലാം പ്രശ്നക്കാരാ തോന്നി. ഇനി മൂവി റൺ ചെയ്തോണ്ടിരിക്കുകയാണ്, സൂപ്പർ ഹിറ്റ് ആണ്. ഇത് ഈ ഇന്റർവ്യൂ കാണുന്ന പ്രേക്ഷകരോട് എന്താ പറയാനുള്ളേ? പിന്നെയും പോയി കാണും, പിന്നെയും കാണും. ഇന്റർവ്യൂ കണ്ടിട്ടാണ് നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്നെങ്കിൽ പ്ലീസ് ഞങ്ങള് സീനാണെന്ന് അങ്ങോട്ട് പറ. കാണണമെന്നല്ല, അഴുക്കപ്പിള്ളേരാണ്, ഞങ്ങളെ പോലെ ആവരുത്, അതോട് പോയി പടം കാണുന്നത്. സിനിമയില് ഞങ്ങളെ പോലെ എന്ന് പറ. ഓക്കെ, അപ്പൊ എല്ലാവരും പടം പോയി കാണും. ഇനി അടുത്ത ഫ്യൂച്ചറിലെ പ്രൊജക്ട്
വളരെ മികച്ച സിനിമകൾ കിട്ടട്ടെ. 3 പേരുടെയും അംബിഷൻ എന്ന് പറയുന്നത് മൂവി തന്നെയാണ്. അതായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്.